വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോ കാണുന്ന നിങ്ങളിൽ പലരും ഒരു പക്ഷേ രാത്രിയിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടുണ്ടാകും. എന്തുകൊണ്ട് എനിക്ക് ഇങ്ങനെ എന്ന് ചോദിച്ചിട്ടുണ്ടാകും അല്ലെ? ഡോക്ടറുടെ അടുത്ത് പോയി സ്കാനിങ് ചെയ്തിട്ടുണ്ടാവും. PCOD ആണ് എന്ന് കേട്ടപ്പോൾ ലോകം ഇരുട്ടായതുപോലെ തോന്നിയിട്ടുണ്ടാകും. ഞാൻ നിങ്ങളോടൊന്നൊന്ന് പറയട്ടെ, നിങ്ങൾ ഒറ്റയ്ക്കല്ല. നിങ്ങളുടെ വേദന എനിക്ക് മനസ്സിലാകും. കാരണം ഈ ഒരു യാത്രയിലെ കടന്നുപോയ ആയിരക്കണക്കിന് സ്ത്രീകളിലും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇനി ഈ വീഡിയോയില് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വലിയൊരു സമ്മാനം തയ്യാറാക്കിയിട്ടുണ്ട്. PCOD എന്താണ്, എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു, എന്തുകൊണ്ട് മരുന്നുകൾ മാത്രം കഴിച്ചാൽ മാറുന്നില്ല, എന്താണ് യഥാർത്ഥ പരിഹാരം എന്നെല്ലാം ഞാൻ വിശദമായി പറഞ്ഞുതരാം. ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇതിൽ ഞാൻ പറയുന്ന ഓരോ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റിമറിക്കാൻ ശക്തിയുള്ള ഒരു കാര്യമാണ്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആർ യു റെഡി? ഹീൽ PCOD നാച്ചുറലി ആൻഡ് പ്രിപ്പയർ ഫോർ നാച്ചുറൽ കൺസെപ്ഷൻ. ഓക്കെ, ഒരുപാട് സ്ത്രീകള് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാല്. മെയിൻ ആയിട്ട് ഒന്നാമത്തെ ഒരു കാര്യം ഇമോഷണൽ കണക്ഷൻ. ഈ ഒരു ഇമോഷണൽ കണക്ഷൻ എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ഞാൻ ഒരുപാട് തവണ ട്രൈ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ. ഓക്കെ, ഒന്ന് ചിന്തിച്ചിട്ട് നോക്കിയിട്ടുണ്ടോ നിങ്ങള്? രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒരു ക്ഷീണം ഉണ്ടാവും, എന്തെങ്കിലും ചെയ്യാൻ തോന്നുന്നില്ല, കണ്ണാടിയിൽ നോക്കുമ്പോൾ മുഖം നിറയെ മുഖക്കുരു, മുടി കൊഴിയുമ്പോൾ കയ്യിൽ നിറയെ മുടി, വണ്ണം കൂടുന്നു എന്നാൽ കഴിക്കുന്നത് കുറവാണ്. പിന്നെ ആ ഒരു കാത്തിരിപ്പ്, മെൻസ്ട്രേഷൻ വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പ്, ഓരോ മാസം ഇത്തവണ വരുമോ എന്ന ചോദ്യം വരുന്നില്ല എന്നുള്ള ഒരു അവസ്ഥ. മാസങ്ങൾ കടന്നു പോകുന്നു, ഡോക്ടർ അടുത്ത് പോകുന്നു, ഗുളിക തരുന്നു, അത് കഴിച്ചാൽ വരുന്നു, നിർത്തിയാൽ വീണ്ടും പഴയതുപോലെ ഒരു അവസ്ഥ. ഇനി ഏറ്റവും വേദനകരമായ കാര്യം ഞാൻ പറയട്ടെ. വിവാഹം കഴിഞ്ഞിട്ട് കുറച്ചു നാളായി കുട്ടികൾ വേണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ നടക്കുന്നില്ല. ഓരോ മാസവും പ്രതീക്ഷിക്കുന്നുണ്ടാവും, ഓരോ മാസവും നിരാശ ഉണ്ടാവും, വീട്ടുകാരുടെ ചോദ്യങ്ങൾ ഉണ്ടാവും. എന്തായി, ഇനിയും ആയില്ലേ, ഡോക്ടറെ കാണുന്നുണ്ടോ? ഈ ഒരു ചോദ്യം ഹൃദയത്തിൽ മുറിവുണ്ടാക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും അല്ലെ? സോ നമ്മൾക്ക് ഫംഗ്ഷനുകളിൽ പോകാൻ പേടിയുണ്ടാവും. കാരണം ആരെങ്കിലും ചോദിച്ചാലോ വിശേഷായില്ലേ എന്ന ആ ചോദ്യം കേൾക്കാൻ വയ്യാത്തത് കൊണ്ട് ചിലപ്പോൾ നിങ്ങൾ ഫംഗ്ഷന് പോലും പോവാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. എന്നോട് ഒരുപാട് സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് പക്ഷേ ഒന്നും മാറുന്നില്ല എന്നുള്ളൊരവസ്ഥ. മരുന്ന് കഴിച്ചിട്ടും മടുത്തു എന്നിട്ടും ഫലമില്ല. എന്റെ ശരീരം എന്നെ ചതിക്കുകയാണോ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തത് കൊണ്ടാണോ ഇങ്ങനെയെന്നൊക്കെ. സോ ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരം നിങ്ങളെ ചതിക്കുന്നില്ല, നിങ്ങളെ തകർന്നിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ശരീരം നിങ്ങളോട് ഒരു സന്ദേശം നൽകുകയാണ്, അത് സഹായത്തിനായി വിളിക്കുകയാണ്. പക്ഷെ നമുക്ക് ആ ഒരു ഭാഷ മനസ്സിലാകുന്നില്ല എന്നതാണ് പ്രശ്നം. ഇന്ന് ആ ഭാഷ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരട്ടെ. ആർ യു റെഡി? യെസ്. ഓക്കെ. പിന്നെ രണ്ടാമത് പ്രോബ്ലം അവയർനെസ്. എന്തൊക്കെയാണ്, എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, PCOD എന്നാൽ എന്താണ്, ഡോക്ടർ പറയാത്ത സത്യങ്ങളെ കുറിച്ചിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടെ. ഇപ്പോൾ നമുക്ക് PCOD എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഡോക്ടർ പറയുന്നുണ്ടാവും, നിങ്ങൾ ഓവറിയിൽ ചെറിയ ചെറിയ സിസ്റ്റുകൾ ഉണ്ട്, സ്കാനിങ്ങിൽ കാണിച്ചു തരും, ഇതാണ് PCOD എന്ന് പറയും, മരുന്ന് എഴുതി തരും അല്ലെ? പക്ഷെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് ഈ ഒരു സിസ്റ്റ് ഉണ്ടായി? ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നില്ല അല്ലെ? നമുക്ക് PCOD എന്നത് വെറും ഒരു ഓവറി പ്രശ്നമല്ല, ഇത് മുഴുവൻ ശരീരത്തിന്റെ ഒരു അസന്തുലിതാവസ്ഥയാണ്. ഞാനൊന്ന് വിശദീകരിച്ച് തരട്ടെ. നമ്മുടെ ശരീരം ഓർക്കസ്ട്ര പോലെയാണ്. ഓരോ ഹോർമോണും ഓരോ ഉപകരണം പോലെയാണ്. ഇവയെല്ലാം ഒരുമിച്ച് ശരിയായി പ്രവർത്തിക്കുമ്പോഴാണ് നല്ല സംഗീതം, അതായത് ആരോഗ്യം ഉണ്ടാകുന്നത്. നമ്മൾക്ക് PCOD ഉള്ളവരിൽ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാല്, ഉപകരണങ്ങൾ തമ്മിൽ ആശയവിനിമയം നടക്കുന്നില്ല. ഓരോ ഹോർമോൺസും അവരവരുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ശരീരം ആകെ കൺഫ്യൂഷനിലാണ് എന്നാണ്. ഇത് ഓരോന്നോരോന്നായി നമുക്ക് നോക്കാം. ഒന്നാമതായി ഓവുലേഷൻ നടക്കുന്നില്ല. സാധാരണഗതിയിൽ ഓരോ മാസവും ഒരു അണ്ഡം, അതായത് എഗ് ക്വാളിറ്റി ആയ എഗ്, പക്വതയിലെത്തിയ എഗ് ഓവറിൽ നിന്ന് പുറത്തു വരുന്നു. സോ ഇതിനെയാണ് ഓവുലേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു അണ്ഡം ബീജവുമായി, അതായത് സ്പേമുമായി ചേർന്നാണ് ഗർഭധാരണം നടക്കുന്നുള്ളത്. അപ്പൊ PCOD ഉള്ളവരില് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ചാല്, അണ്ഡം വളരാൻ തുടങ്ങും പക്ഷെ പൂർണ്ണമായും വളരില്ല. അപ്പൊ പക്വതയിലെത്തില്ല, പുറത്തു വരില്ല. അതുകൊണ്ടാണ് ഓവറിയിൽ ചെറിയ ചെറിയ ഫോളിക്കിൾസ് ആയി അടിഞ്ഞുകൂടും. ഇതാണ് സ്കാനിങ്ങിൽ സിസ്റ്റ് ആയി കാണുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ഇനി രണ്ടാമതായിട്ട് ഹോർമോണുകൾ തമ്മിൽ സംസാരിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ശരീരം ഒരുപാട് ഹോർമോണുകൾ ഉണ്ട് അല്ലെ? ഈസ്ട്രജൻ ഹോർമോൺ ഉണ്ട്, അതായത് സ്ത്രീ ഹോർമോണ്, പ്രൊജസ്ട്രോണ്, ഗർഭധാരണത്തിന് അത്യാവശ്യമായിട്ടുള്ള ഒരു ഹോർമോണ്. മൂന്നാമതായിട്ട് ടെസ്റ്റോസ്റ്ററോണ്, ചെറിയ അളവിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. പിന്നെ അതേപോലെ ഇൻസുലിൻ, പഞ്ചസാര നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണ്. പിന്നെ അതേപോലെ കോർട്ടിസോൾ ഹോർമോണ്, സ്ട്രെസ് ഹോർമോണ്,
തൈറോയിഡ് ഹോർമോണ്, അതായത് മെറ്റബോളിസം നിയന്ത്രിക്കുന്ന ഹോർമോണാണ്. അപ്പൊ PCOD ഉള്ളവരില് ഈ ഹോർമോണുകളെല്ലാം കൺഫ്യൂഷനിലാണ്. ഒന്ന് കൂടുന്നുണ്ടാവും, മറ്റൊന്ന് കുറയുന്നുണ്ടാവും, ആശയവിനിമയം തകരാറിലാണ് എന്നാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. ഓക്കെ, പിന്നെ മൂന്നാമതായിട്ട് നമ്മളുടെ ശരീരം സർവൈവൽ മോഡിലായിരിക്കും. സോ നമ്മളുടെ ബോഡി സ്റ്റക്കാണ്, സർവൈവൽ മോഡിലായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾക്ക് ഈ ഒരു സർവൈവൽ മോഡില് എന്താണ് പ്രധാനമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ശരീരത്തില് രണ്ട് മോഡലുകളുണ്ട്. ഒന്ന് സേഫ് മോഡും രണ്ടാമത് സർവൈവൽ മോഡും. സേഫ് മോഡ് സുരക്ഷിതമായിട്ടുള്ളത്, വളരാനും പ്രത്യുൽപാദനം നടക്കാനുള്ളതാണ് സേഫ് മോഡ്. സർവൈവൽ മോഡ് എന്ന് പറയുന്നത് ആപത്തിലാണ്, ജീവൻ നിലനിർത്താൻ മാത്രം ശ്രദ്ധിക്കുകയാണ് ആ ഒരു സർവൈവൽ മോഡ് എന്ന് പറയുന്നത്. അപ്പൊ PCOD ഉള്ള മിക്ക സ്ത്രീകളുടെയും ശരീരം സർവൈവൽ മോഡിലാണ്. ശരീരം വിചാരിക്കുന്നത് ഞാനിപ്പോൾ എന്തോ ആപത്തിലാണ്, യുദ്ധത്തിലാണ്, ഇപ്പോൾ കുഞ്ഞിനെ വളർത്താൻ സമയമല്ല എന്നാണ്. അതുകൊണ്ട് പ്രത്യുൽപാദന വ്യവസ്ഥ, അതായത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഓഫ് ആകുന്നു, ഓവുലേഷൻ നടക്കുന്നില്ല, ആർത്തവം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇപ്പോൾ മനസ്സിലായോ, PCOD എന്നത് ഒരു ഓവറി പ്രശ്നമല്ല, ഇത് മുഴുവനും ശരീരത്തിന്റെ ഒരു SOS സിഗ്നൽ ആണ്. ശരീരം പറയുന്നത് എന്തോ തകരാറുണ്ട്, എന്നെ സഹായിക്കുന്നു. അപ്പൊ ഗുളിക കഴിച്ചാല് ലക്ഷണങ്ങൾ അമർത്തി വെക്കുന്നത് ഈ ഒരു SOS സിഗ്നലിനെ ഇഗ്നോർ ചെയ്യുന്നത് പോലെയാണ്. ക്ലിയർ ആയോ? റൂട്ട് കോസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. എന്തുകൊണ്ട് ഇത് നടക്കുന്നു, എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് ക്ലിയർ ആയിട്ടുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇനി നമുക്ക് PCODയുടെ 5 മൂല കാരണങ്ങൾ നോക്കാം. ഇത് എന്ത് റൂട്ട് കോസ് ആണെന്നൊക്കെ. ഇത് വളരെ പ്രധാനമാണ്. കാരണം മൂലകാരണം, അതായത് റൂട്ട് കോസ് അറിയാതെ ചികിത്സിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഒന്നാമതായി നമ്മൾക്ക് എന്താണ് സ്ട്രെസ്. ഈ ഒരു സ്ട്രെസ് എന്താണ്, നമ്മളുടെ നെർവസ് സിസ്റ്റവും സ്ട്രെസ്സും ഇങ്ങനെ കണക്ഷൻ ഉള്ളത്, ഇത് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മൾക്ക് ക്രോണിക് സ്ട്രെസ് ഉണ്ടാവും, ഹൈ കോർട്ടിസോൾ ഉണ്ടാവും, ബോഡി ഫീൽ അൺസേഫ് ചെയ്യുന്നുണ്ടാവും, ഓവുലേഷൻ സപ്രഷൻ സംഭവിക്കുന്നുണ്ടാവും. അപ്പൊ ഇത് എങ്ങനെ എന്തൊക്കെയെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇന്നത്തെ ലോകത്ത് സ്ട്രെസ് ഇല്ലാതെ ആരുണ്ട്? ജോലി സ്ഥലത്ത്, കുടുംബത്തില്, പിന്നെ സാമ്പത്തികമായിട്ട്, ബന്ധങ്ങളില്, എല്ലാത്തിനും സ്ട്രെസ് ഇല്ലേ? അപ്പൊ പക്ഷേ സ്ട്രെസ് നമ്മുടെ ഹോർമോണുകളെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് അറിയാമോ? ഞാൻ വിശദീകരിച്ചു തരാം. ഓക്കെ, നിങ്ങളൊരു കാട്ടില് നടക്കുകയാണെന്ന് ഒന്ന് സങ്കല്പിക്കുക. ഓക്കെ, പെട്ടെന്ന് ഒരു കടുവ കണ്ട് എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നുള്ളത്? ഹൃദയമിടിപ്പ് കൂടും, ശ്വാസം വേഗത്തിലാകും, കൈകാലുകളിലേക്ക് രക്തപമ്പ് ചെയ്യും, അല്ലെ? അപ്പൊ ഓടാനും പോരാടാനും ഒക്കെ നമുക്കൊരു ആ ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് ആ ഒരു സമയത്ത് ദഹനം നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ആ ഒരു സമയത്ത് പ്രത്യുൽപാദന വ്യവസ്ഥ ഓഫ് ആകും. അതാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നില്ല. ഇതാണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ്. ശരീരം സർവൈവൽ മോഡിൽ പോകുന്നു എന്നുള്ളത്. ഇവിടെ എന്താണ് പ്രശ്നമുള്ളത്? ഇന്ന് കടുവയില്ല, പക്ഷെ നമ്മുടെ ശരീരം കടുവയുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടാവും. എങ്ങനെയാണ് ഇത് വിചാരിക്കുന്നില്ലേ? നമ്മളുടെ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ബോസിന്റെ ഫോൺ വന്നാൽ നമ്മൾ എന്തായിരിക്കും, നമ്മുടെ ശരീരം ഒരു പേടി പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ലേ? അപ്പൊ ഈ ഒരു കടുവ വന്ന ഒരു ഫീലിങ്സ് ഉണ്ടാവും. രണ്ടാമതായിട്ട് നമ്മൾക്ക് ട്രാഫിക് ജാമിൽ കുടുങ്ങിയാല് എന്താവും, നമ്മൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ എന്തുണ്ടാവും, ഒരു പേടിക്കുന്നുണ്ടാവും. ഓ, ആ സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു ടൈം ആയില്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ ട്രാഫിക് ജാമിലെ സമയത്ത് നമ്മുടെ ശരീരം എന്തുണ്ടാവും, കടുവ പോലെ ഫീലിങ്സ് ഉണ്ടാവും. പിന്നെ അതേപോലെ ഭർത്താവിനോട് നമ്മൾ വഴക്കിടുന്ന സമയത്തും നമ്മുടെ ശരീരം ആ ഒരു കടുവ പോലെ ഫീൽ ചെയ്യുന്നുണ്ടാവും. പിന്നെ നമ്മൾക്ക് നമ്മുടെ സമൂഹത്തിൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വിശേഷമായില്ലേ എന്ന് ചോദ്യം കേട്ടാൽ നമ്മുടെ ശരീരം അത്തരത്തിൽ ആ ഒരു കടുവയായി മാറും എന്നുള്ളതാണ്. അപ്പൊ ഓരോ തവണയും ശരീരത്തിലെ കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കുതിച്ചുയരുന്നു. അപ്പൊ ഈ ഒരു കോർട്ടിസോൾ കൂടിയാൽ എന്താണ് സംഭവിക്കുന്നുള്ളത്? പ്രൊജസ്ട്രോൺ കുറയുന്നുണ്ടാവും. ആ ഒരു സമയത്ത് ഗർഭധാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹോർമോണാണ് ഈ ഒരു പ്രൊജസ്ട്രോൺ. രണ്ടാമതായിട്ട് ഓവുലേഷൻ നടക്കുന്നില്ല, അണ്ടം പൊട്ടുന്നില്ല, അണ്ടം കറക്റ്റ് ആയിട്ട് എന്തെയ്യുന്നില്ല, നമ്മളുടെ ഓവറിയിലേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ്. ഇനി മൂന്നാമതായിട്ട് തൈറോയിഡ് പ്രവർത്തനം കുറയുന്നു, മെറ്റബോളിസം മന്ദഗതിയിലാകുന്നു. നാലാമത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നു, വണ്ണം കൂടുന്നു എന്നൊരവസ്ഥ. അഞ്ചാമതായി ഉറക്കം കുറയുന്നു, കൂടുതൽ സ്ട്രെസ് കാരണം ഉറക്കം കുറയുന്ന ഒരവസ്ഥയൊക്കെ. ഇതൊരു നമ്മൾക്കൊരു സൈക്കിൾ പോലെയാണ്. സ്ട്രെസ് ഹോർമോൺ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഹോർമോൺ പ്രശ്നങ്ങൾ കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നുള്ളത്, സ്ട്രെസ്സിൽ കഴിയുന്ന ഒരു ശരീരത്തിന് ഹോർമോൺ ബാലൻസ് ചെയ്യാൻ കഴിയില്ല. ഗുളിക എത്ര കഴിച്ചാലും ശരീരം സേഫ് ആണെന്ന് തോന്നാത്തിടത്തോളം കാലം ഓവുലേഷൻ നടക്കില്ല എന്നുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കിട്ടാത്തത് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം. ക്ലിയർ ആയോ? ഇനി രണ്ടാമത് ഇൻസുലിൻ ആൻഡ് ബ്ലഡ് ഷുഗർ. ഓക്കെ, അപ്പൊ ഈ ഒരു ഇൻസുലിനും ബ്ലഡ് ഷുഗർ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് PCODയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നാണ്. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻസുലിൻ എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഭക്ഷണം കഴിക്കുമ്പോൾ അതിലെ കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് ആയി മാറുന്നു. ഈ ഒരു ഗ്ലൂക്കോസ് രക്തത്തിൽ ചേരുന്നു. അപ്പോൾ ആ ഒരു ഗ്ലൂക്കോസ് കോശങ്ങളിൽ, അതായത് സെല്ലിൽ എത്തിയിട്ട് ഈ അവിടെ ഊർജം
ഊർജമായി മാറുന്നു. ഓക്കെ, ഈ ഒരു ജോലി ചെയ്യുന്നത് ഇൻസുലിൻ ആണ്. അപ്പൊ ഇൻസുലിൻ ഒരു താക്കോൽ പോലെയാണ്, കോശങ്ങൾ ഒരു പൂട്ട് പോലെയാണ്, സെൽസ് ഒരു ലോക്ക് പോലെയാണ്. അപ്പൊ ഇൻസുലിൻ കോശങ്ങളെ തുറക്കുന്നു, ഗ്ലൂക്കോസ് അകത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ PCOD ഉള്ള സ്ത്രീകളിൽ 70-80% സ്ത്രീകളിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും. എന്താണ് ഇത്? നമ്മളുടെ കോശങ്ങളിൽ ഇൻസുലിൻ പ്രതികരിക്കുന്നില്ല, താക്കോലുണ്ട് പക്ഷെ പൂട്ട് തുറക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മളുടെ ഗ്ലൂക്കോസ് രക്തത്തിലേക്ക് കെട്ടിക്കിടക്കുന്നു, ശരീരം കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു, കൂടുതൽ താക്കോൽ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. സോ ഇൻസുലിൻ കൂടിയാല് ഓവറിയിലെ, അതായത് ടെസ്റ്റോസ്റ്ററോണ്, പുരുഷ ഹോർമോൺ കൂടുന്നു. നമ്മളുടെ സ്ത്രീകളുടെ ശരീരത്തിൽ പുരുഷ ഹോർമോണ് ടെസ്റ്റോസ്റ്ററോൺ കൂടുന്ന ഒരവസ്ഥ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ടെസ്റ്റോസ്റ്ററോൺ കൂടിയാൽ എന്താവും? ഓവുലേഷൻ തടസ്സപ്പെടുന്നു, മുഖക്കുരു വരുന്നു, മുടി കൊഴിച്ചിലുണ്ടാവും, പിന്നെ അതേപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ സംഭവിക്കുന്നുള്ളതാണ്. ഇനി നമ്മുടെ ശരീരത്തിലെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഇൻസുലിൻ റെസിസ്റ്റന്റ് ഉണ്ടോ എന്ന് എങ്ങനെ നമുക്കറിയാം? നമ്മുടെ കഴുത്തിന്റെ ചുറ്റും നല്ല കറുത്ത പാടുണ്ട്, ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നല്ല കറുത്ത് ഉണ്ടാവും. പിന്നെ അതേപോലെ അടിവയറ്റിൽ, ലോവർ അബ്ഡോമിനില് നമുക്ക് ഭയങ്കരമായിട്ട് ഫാറ്റ് ഉണ്ടാവും, ബെല്ലി ഫാറ്റ് ഉണ്ടാവും. പിന്നെ അതേപോലെ മധുരം കഴിക്കുന്നത് നിങ്ങൾക്ക് അടങ്ങാത്തൊരു ആഗ്രഹം ഉണ്ടാവും, ഷുഗർ ക്രേവിങ്സ് കൂടുതലായിട്ടുണ്ടാവും. പിന്നെ ഭക്ഷണം കഴിച്ച ശേഷം ഭയങ്കരമായിട്ട് ക്ഷീണം വരുന്ന ഒരവസ്ഥ, വണ്ണം കൂടുന്നു, കുറക്കാൻ കഴിയാത്തൊരവസ്ഥ, എത്ര ട്രൈ ചെയ്തിട്ടും കുറക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളുടെ പഞ്ചസാര ലെവല് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ എന്താണ്? ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവും. നിങ്ങൾ കഴിക്കുന്ന ഓരോ മധുരവും ഓവുലേഷൻ വൈകിപ്പിക്കും എന്നുള്ളതാണ്. ക്ലിയർ ആയോ? അപ്പൊ സോ നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ള ആളുകളിൽ ഈ ഓവുലേഷൻ ഡിലേ ഉണ്ടാകും. ഇനി മൂന്നാമതായിട്ട് ലിവർ ഓവർലോഡ്. നമ്മളുടെ ഈ ഒരു കൂടുതലായിട്ടും നമ്മൾക്ക് ലിവർ ഓവർലോഡഡ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, രക്തം ശുദ്ധീകരിക്കുന്നത് ലിവറാണ്. പിന്നെ അതേപോലെ വിഷാംശങ്ങളെ, ടോക്സിൻസിനെ നീക്കം ചെയ്യുന്നു, ഹോർമോണുകളെ പ്രോസസ് ചെയ്യുന്നു. ഇത് വളരെ പ്രധാനമാണ്. ശരീരത്തിൽ ഉപയോഗിച്ച ഹോർമോണുകളെ പുറത്തു കളയുന്നതും ഈ ഒരു ലിവറാണ്. പ്രത്യേകിച്ച് ഈസ്ട്രജൻ ഹോർമോൺ. ലിവർ ശരിയായി പ്രവർത്തിക്കണമെങ്കിൽ എന്താണ് സംഭവിക്കുക? നമ്മൾ പഴയ ഹോർമോണുകൾ ശരീരത്തിൽ കിടക്കുന്നുണ്ടാവും. അപ്പൊ ഈസ്ട്രജൻ ഡോമിനൻസ് ഉണ്ടാകുന്നു, ആർത്തവ പ്രശ്നങ്ങൾ ഉണ്ടാകും, ഫൈബ്രോയിഡ്സ്, PCOD എന്നിവ കൂടുന്നു. നമ്മൾക്ക് മെയിൻ ആയിട്ട് ലിവർ എന്തുകൊണ്ട് ഓവർലോഡ് ആകുന്നത് ഉണ്ടാവുന്നത്? ഒന്നാമത് പ്രോസസ്ഡ് ഫുഡ്. നമ്മൾ ഭയങ്കരമായിട്ട് പാക്കറ്റിൽ വരുന്ന ഭക്ഷണങ്ങൾ, ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുന്നുണ്ടാവും. പഞ്ചസാര, മൈദ, ഇതൊക്കെ ലിവറിന് ഭാരം ഉണ്ടാക്കും. പിന്നെ അതേപോലെ പ്ലാസ്റ്റിക് പാത്രങ്ങൾ, BP എന്ന കെമിക്കൽ അതിലുള്ളത് കൊണ്ട് അതും നമ്മളുടെ ലിവറിനെ എഫക്ട് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതേപോലെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, നമ്മൾക്ക് ചർമ്മത്തിലൂടെ ശരീരത്തിലേക്ക് എന്ത് ഇത് കയറുന്നുണ്ട്, അത് നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളതാണ്. പിന്നെ മരുന്നുകൾ, ദീർഘകാലം ഗുളികകൾ കഴിക്കുന്നുണ്ടാവും. സോ നമുക്ക് അത് എന്ത് ചെയ്യുന്നുണ്ടാവും? ലിവറിനെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്, ഓവർലോഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ ആൽക്കഹോൾ, ലിവറിന് ഏറ്റവും വലിയൊരു ശത്രുവാണ് ഈ ഒരു ആൽക്കഹോൾ. നിങ്ങളുടെ ലിവറിൽ ഹോർമോണിൽ നേരിട്ട് ബാധിക്കുന്നത്, ലിവർ ക്ലീൻ ആയാൽ ഹോർമോൺ ക്ലീൻ ആകും എന്നുള്ളതാണ്. സോ ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ ബ്ലോക്ക്. ഓക്കെ, ഇത് ഏറ്റവും പ്രധാനമാണ്. ഇതെന്റെ ഹൃദയത്തോട് ഏറ്റവും അടുത്തൊരു വിഷയമാണ്. കാരണം ഇത് പലപ്പോഴും അവഗണിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ ശരീരത്തിൽ ചികിത്സിക്കും, പക്ഷെ മനസ്സിനെ ആരും ചികിത്സിക്കുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ സത്യം എന്താണെന്ന് അറിയാമോ? നിങ്ങളുടെ ഗർഭപാത്രം വികാരങ്ങളെ സൂക്ഷിക്കുന്ന ഒരു കേന്ദ്രമാണ്. അപ്പോൾ നമ്മളുടെ എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടോ അതൊക്കെ നമ്മളുടെ യൂട്രസിലും കൂടി സൂക്ഷിക്കുന്നുണ്ട്. ഞാനൊരു കഥ നിങ്ങൾക്ക് പറയാൻ വിതർത്തെ. ഒരു ക്ലയന്റ് എന്റെ അടുത്ത് വരുന്ന സമയത്ത് 5 വർഷം ഗർഭം ധരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. എല്ലാ ടെസ്റ്റും ചെയ്തു, എല്ലാം നോർമൽ, എന്നിട്ടും ഗർഭം ധരിക്കുന്നില്ല. ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഒരു കാര്യം പുറത്തു വന്നു. അവളുടെ കുട്ടിക്കാലത്ത് അവളുടെ അമ്മ പ്രസവ സമയത്ത് വളരെ കഷ്ടപ്പെട്ടിരുന്നു. അത് കണ്ടു വളർന്ന അവൾക്ക് അറിയാതെ തന്നെ ഗർഭധാരണത്തിന് ഒരു ഭയം ഉണ്ടായിരുന്നു. മനസ്സിൽ അറിയില്ലായിരുന്നു, പക്ഷെ ശരീരം അത് അറിയുന്നുണ്ടായിരുന്നു. ശരീരം അവളെ സംരക്ഷിക്കാൻ ഗർഭധാരണം തടയുകയായിരുന്നു. ആ ഒരു സമയത്ത് ശരീരം അവളെ എന്താണ് ചെയ്യുന്നില്ലേ? ഈ ഒരു ഫിയറിനെ, ഇതിനെ നമ്മള് ആ ഒരു പേടി സമയത്ത് ശരീരത്തെ രക്ഷിക്കാനാണ് ശരീരം ശ്രമിക്കുന്നില്ല. സോ എന്ത് ചെയ്യുന്നുണ്ടാവും? ഗർഭധാരണം തടയുക എന്നുള്ള ഒരു പ്രോസസ്സ് നടക്കും. ഈ ഒരു ഭയം റിലീസ് ചെയ്തപ്പോൾ 3 മാസത്തിനുള്ളിൽ അവൾക്ക് ഗർഭം ധരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ഗർഭപാത്രത്തിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്ന വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്ന്, വന്ധ്യതയുടെ ഭയം. എനിക്ക് കുട്ടികൾ ഉണ്ടാവോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവൂലേ? ആ ഒരു ഭയം. പിന്നെ സമൂഹത്തിൽ സമ്മർദ്ദം ചെലുത്തുന്ന ഒരു ഭയം, എല്ലാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. സോ ആ ഒരു ഭയം നമ്മളിൽ ഇങ്ങനെ അലട്ടുന്നുണ്ടാവും. പിന്നെ അതേപോലെ സ്വയം കുറ്റപ്പെടുത്തുന്ന ഒരവസ്ഥ. എന്റെ കുഴപ്പമാണോ? ഇതെന്തുകൊണ്ട് സംഭവിക്കാത്തെ? എന്താണ് പ്രഗ്നൻസി ആവാത്തത്?
എന്നുള്ള സ്വയം കുറ്റപ്പെടുത്തല്. പിന്നെ അതേപോലെ പഴയ മുറിവുകൾ ഉണ്ടാവും, നമ്മളുടെ ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന ഇന്നർ ചൈൽഡിലൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യം ഉണ്ടാവും. പഴയ നമ്മളെ ഇതുവരെയുള്ള ലൈഫിൽ ഉണ്ടാവുന്ന മുറിവുകള്, അബ്യൂസ്, ട്രോമ, ബാഡ് റിലേഷൻഷിപ്സ്, അപ്പൊ ഇതൊക്കെ നമ്മൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ ക്ഷമിക്കാത്ത ദേഷ്യം, ആരോടെങ്കിലും നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിലോ ആരോടെങ്കിലും ഉള്ള വെറുപ്പൊക്കെ അത് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നുണ്ട്. പിന്നെ അമ്മയാകാനുള്ള ഭയം, എനിക്ക് നല്ല അമ്മയാകാൻ പറ്റുമോ എന്നുള്ള ഈ ഒരു ഭയം. നിങ്ങളുടെ യൂട്രസ് വികാരങ്ങളുടെ ഒരു സ്റ്റോർ ഹൗസ് ആണ്. മനസ്സ് ശുദ്ധിയാക്കാതെ ശരീരം ശുദ്ധിയാകില്ല എന്നുള്ളതാണ്. ഇനി അഞ്ചാമതായിട്ട് നമുക്ക് എന്തൊക്കെയാന്ന് നോക്കാം. ലൈഫ് സ്റ്റൈൽ ഇംബാലൻസ്. ഓക്കെ, ഇത് മെയിൻ ഒരു പ്രശ്നമുള്ള ഒരു കാര്യമാണ് നമ്മൾക്ക്, അല്ലെ? അപ്പൊ അവസാനത്തെ ഒരു കാരണം നമ്മുടെ ദിനചര്യകള്. ശരീരത്തിൽ ഒരു താളമുണ്ട്, അല്ലെ? നമുക്കൊരു റിതമുണ്ട്. സൂര്യനോട് എഴുന്നേൽക്കും, സൂര്യൻ അസ്തമിക്കുമ്പോൾ ഉറങ്ങുക. പക്ഷെ നമ്മൾ എന്താണ് ചെയ്യുന്നില്ലേ? രാത്രി 12 മണി വരെ ഫോൺ നോക്കി കിടക്കുന്നു, രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കുന്നു, കൺഫ്യൂഷൻ ഉണ്ടാവും. പിന്നെ അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നു, കാപ്പി കുടിച്ച് ജീവിക്കുന്നു, വ്യായാമമില്ല, വെള്ളം കുടിക്കുന്നില്ല, ഇരുന്നിട്ട് ജോലി ചെയ്യുന്നവരോ, അല്ലെ? ഇരുന്നിരുന്ന് ഭയങ്കരമായിട്ട് ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ നിന്നുകൊണ്ട് ജോലി ചെയ്യുന്നു. നമ്മുടെ ജീവിതശൈലി പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? മോശമായിട്ടുള്ള ഉറക്കം എന്താണ് ഉണ്ടാക്കുന്നുള്ളത്? മെലറ്റോണിൻ കുറയ്ക്കുന്നു, എഗ് ക്വാളിറ്റി കുറയുന്നു. പിന്നെ അതേപോലെ ദിനചര്യയില് ശരീരത്തിന്റെ താളം തെറ്റുന്നുണ്ടാവും. മൂന്നാമതായിട്ട് ചലനമില്ലായ്മ, രക്തയോട്ടം കുറയുന്നു, ഗർഭപാത്രം തണുക്കുന്നു എന്നുള്ളതാണ്. പിന്നെ നാലാമതായിട്ട് ദഹന പ്രശ്നങ്ങൾ, പോഷകങ്ങൾ ആഗിരണം ചെയ്യുന്നില്ല. സോ നമ്മളുടെ ദിനചര്യകളില് ഹോർമോണുകൾ രൂപപ്പെടുന്നുണ്ടാവും. ശരിയായ ശീലങ്ങൾ ഇല്ലാതെ ഗുളിക കഴിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇനി നാലാമത്തത്, വൈ വുമൺ സ്റ്റേ സ്റ്റക്ക്. എന്തുകൊണ്ട് സ്ത്രീകൾ സ്റ്റക്കായി പോകുന്ന ഒരവസ്ഥ? ഇപ്പോൾ ഒരു പ്രധാന ചോദ്യമുണ്ട്, ഇത്ര മരുന്നുകളും ഡോക്ടർമാരും ഉണ്ടായിട്ടും എന്തുകൊണ്ട് PCOD ഉള്ള സ്ത്രീകൾ കഷ്ടപ്പെടുന്നുണ്ട്? ഉത്തരം ലളിതമാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നുള്ളത്? ആ ഒരു ലക്ഷണത്തെയാണ് ചികിത്സിക്കുന്നുള്ളത്, അതിന്റെ റൂട്ട് കോസിനെ ചികിത്സിക്കുന്നില്ല എന്നുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങളുടെ വീട്ടില് ഒരു പൈപ്പ് പൊട്ടിയാല് വെള്ളം ഒഴുകുന്നുണ്ടാവും, അല്ലെ? ആ ഒഴുകുന്നതൊന്ന് കരുതുക, ഒന്ന് വിഷ്വലൈസ് ചെയ്യാം. സോ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് എന്തുണ്ടാവും? ഓപ്ഷൻ ഒന്ന്, നിലത്ത് വെള്ളം തുടച്ച് കളയും. അതെന്താണ്? ലക്ഷണങ്ങളെ ചികിത്സിക്കുന്ന ഒരു ഇതാണ്. പിന്നെ അതേപോലെ ഓപ്ഷൻ ടു, രണ്ട് ഓപ്ഷൻസ് ഉണ്ടാവും, അല്ലെ? ഒന്നാമത് നമ്മൾ ആ ഒരു വെള്ളത്തിന് തുടച്ച് കളയും. അപ്പൊ അതെന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള ആ ഒരു ലക്ഷണത്തെ ചികിത്സിക്കുന്നത്. പിന്നെ ഓപ്ഷൻ ടു എന്താണ്? പൈപ്പിനെ നന്നാക്കുന്നുള്ളത്. അപ്പൊ പൈപ്പിനെ നന്നാക്കിയാൽ എന്താവും? ആ വെള്ളം പോകുന്നത് എന്താവും? ശരിയാവൂലേ? അതേപോലെ നമ്മൾ ആ ഒരു കാരണത്തിനെ ചികിത്സിച്ചാലാണ്, അതിന്റെ റൂട്ട് കോസിനെ ചികിത്സിച്ചാലാണ് എന്ത് ചെയ്യുന്നില്ലേ, കംപ്ലീറ്റ് ആയി അത് ശരിയാവുള്ളൂ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? പക്ഷെ നമ്മൾ PCOD ഉള്ള കാര്യത്തില് നമ്മൾ ചെയ്യുന്നത് വെള്ളം തുടക്കുന്നത് പോലെയാണ്. ആർത്തവം വരുന്നില്ലേ, ഗുളിക കഴിക്കും, ആ ലക്ഷണത്തിനാണ് ഗുളിക കഴിക്കുന്നില്ലേ. പിന്നെ അതേപോലെ മുഖക്കുരു ഉണ്ടെങ്കിൽ ക്രീം പുരട്ടും, ആ ലക്ഷണത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ട്രീറ്റ് ചെയ്യുന്നുള്ളത്. പിന്നെ വണ്ണം കൂടുന്ന സമയത്ത് നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്യും, ലക്ഷണത്തെയല്ല നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുള്ളത്. കാരണം എന്താണ്? സ്ട്രെസ്. ഇതിന് മെയിൻ ആയിട്ടുള്ള ഒരു കാരണം, നമ്മളിൽ റൂട്ട് കോസ് എന്താണ്? സ്ട്രെസ്, ഇൻസുലിൻ, ലിവർ, നമ്മളുടെ ഇമോഷൻസ്, ജീവിതശൈലി. ഈ അഞ്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞ ഈ അഞ്ച് കാര്യങ്ങൾ, ഇതൊന്നും ആരും ചികിത്സിക്കുന്നില്ല എന്നുള്ളതാണ്. സ്ത്രീകൾ ചെയ്യുന്ന സാധാരണ തെറ്റുകൾ എന്തൊക്കെയാണ്? ഗുളികകളെ അമിതമായി ആശ്രയിക്കുന്നു, ശരീരം മയങ്ങുന്ന ഒരവസ്ഥ ഉണ്ടാവും. അതിന്റെ മൂലകാരണം അവഗണിക്കുന്നു, റൂട്ട് കോസിനെ അവഗണിച്ചിട്ട് പ്രശ്നം വീണ്ടും വീണ്ടും വരുന്ന ഒരവസ്ഥ. പിന്നെ വൈകാരിക സൗഖ്യമില്ല, മനസ്സ് തകർന്നിരിക്കുന്ന ഒരവസ്ഥ. ഒരു ഘടനാപരമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ടാവില്ല, എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പമുണ്ടാവും. ഒരു സ്ഥിരത ഉണ്ടാവില്ല, ഒരു കണ്ടിന്യൂസ് ഉണ്ടാവില്ല, കൺസിസ്റ്റൻസി ഉണ്ടാവില്ല. 3 ദിവസം ചെയ്യുന്നുണ്ടാവും, പിന്നെ നിർത്തുന്ന ഒരവസ്ഥ. നമ്മുടെ മാനേജ്മെന്റ് എന്നത് ഒരു സൗഖ്യമല്ല, ലക്ഷണങ്ങളെ അമർത്തി വെക്കുന്നത് സുഖപ്പെടുത്തലല്ല. യഥാർത്ഥ സൗഖ്യത്തിന് മൂലകാരണം, അതായത് റൂട്ട് കോസിനെ ചികിത്സിക്കണം എന്നുള്ളതാണ്. ഈ അഞ്ചാമത്തെ ഒരു കാര്യം, സൊല്യൂഷൻസ് ഇൻട്രൊഡക്ഷൻസ്. ഇതുവരെ നമ്മൾ പ്രശ്നത്തെ കുറിച്ചാണല്ലോ സംസാരിച്ചത്, ഇനി ഇതിന്റെ പരിഹാരത്തെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് മെറീഡിയൻ മാസ്റ്റിംഗ് മെത്തേഡ്. ഇതെന്താണ്, എങ്ങനെയാണ് എന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിച്ച് പറയാം. എന്താണ് മെറീഡിയന്? പലർക്കും ഉണ്ടാവുന്ന ഒരു കൺഫ്യൂഷൻ ആണ്. ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് ചൈനയിൽ കണ്ടുപിടിച്ച ഒരു സിസ്റ്റമാണിത്. നമ്മുടെ ശരീരത്തില് 12 പ്രധാന ഊർജ പ്രവാഹങ്ങൾ, അതായത് മെറീഡിയൻസ് ഉണ്ട്, ഊർജ പാതകളുണ്ട്, മെറീഡിയൻസ് ഉണ്ട്. ഈ ഒരു പാതകളില്, അതായത് ഊർജം, അതിനെ ചി എന്ന് വിളിക്കും. നമ്മുടെ ചൈനീസില് ചി എന്ന് വിളിക്കും ആ ഒരു ഊർജത്തെ. നമ്മുടെ ശരീരത്തില് ആ ഒരു ഊർജം ഒഴുകുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഊർജം ഒഴുകുന്നത് തടസ്സപ്പെട്ടാൽ, എന്തെങ്കിലും തടസ്സം ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? അത് രോഗങ്ങൾ ഉണ്ടാകും ആ ഒരു സമയത്ത്. നമ്മളുടെ അക്യുപങ്ക്ചർ, അതായത് ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻസില്
നമ്മൾ പറയുന്നുള്ളത് അക്യുപ്രഷൻസ് എന്നത് ഈ ഒരു തത്വത്തിലാണ് പ്രവർത്തിക്കുന്നുള്ളത്. ഇതിന് എങ്ങനെയാണ് പ്രവർത്തനം കറക്റ്റ് ആയിപ്പിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. PCOD കാര്യത്തില് ഇത് ഏത് മെറീഡിയനുകളാണ് പ്രധാനം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് ലിവർ മെറീഡിയൻസ്, ഹോർമോൺ പ്രോസസ്സിംഗ്, ദേഷ്യം, ഇതൊക്കെ ലിവർ മെറീഡിയൻസിലാണ് ഉള്ളത്. ഇനി രണ്ടാമതായിട്ട് കിഡ്നി മെറീഡിയൻസ്. ഈ ഒരു മെറീഡിയൻസ് എന്താണ് ചെയ്യുന്നത്? പ്രത്യുൽപാദന ഊർജം, അതായത് റീപ്രൊഡക്റ്റീവ് എനർജി ഉള്ളത് എന്താണ്? ഇവിടെയാണ്. സോ ഇവിടെ കിഡ്നിയാണ് ഭയം എന്നുള്ള ആ ഒരു ഇമോഷൻസ് കീപ്പ് ചെയ്യുന്നുള്ളത്. ഇനി മൂന്നാമതായിട്ട് സ്പ്ലീൻ മെരീഡിയന്, ഇത് ദഹനം നടത്തുന്നുള്ളത് ഇൻസുലിൻ ഹോർമോൺസിനൊക്കെ കറക്റ്റ് ആയിരിക്കും ഈ ഒരു സ്പ്ലീൻ ആണ്. നാലാമതായിട്ട് ഹേർട്ട് മെരീഡിയന്, വൈകാരിക സന്തുലിതാവസ്ഥ എന്ന് പറയും. നമ്മളുടെ ഹേർട്ട് മെരീഡിയൻസിൽ ഈ ഒരു വൈകാരിക സന്തുലിതാവസ്ഥയെ കുറിച്ച് ഒക്കെയാണ് ഇതിന് പറയുന്നത്. ഈ ഒരു മെറീഡിയനുകൾ ബ്ലോക്ക് ആയാൽ PCOD ഉണ്ടാകുന്നു. ഇവയെ തുറന്നാൽ PCOD മാറുന്നു. സോ നമ്മളുടെ മെരീഡ് മാസ്റ്റർ മെത്തേഡിലെ 5 ഘട്ടങ്ങളാണ് ഉള്ളത്. സ്റ്റെപ്പ് 1 നെർവസ് സിസ്റ്റം റീസെറ്റ്, നമ്മളുടെ നാഡീവ്യൂഹത്തെ റീസെറ്റ് ചെയ്യുന്നുള്ളത്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? ആഴത്തിലുള്ള ശ്വാസം, ബ്രീത്തിങ്, ബോക്സ് ബ്രീത്തിങ്, പിന്നെ അതേപോലെ മെഡിറ്റേഷൻസ്, 10 മണിക്ക് മുമ്പ് ഉറങ്ങുന്നത്, പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നുള്ളത്, നാച്ചുറലി നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുള്ളത്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു നെർവസ് സിസ്റ്റത്തിനെ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിന്റെ ഫലം എന്താണ്? ശരീരത്തിലെ സേഫ് മോഡിൽ എത്തുന്നു, കോർട്ടിസോള് കുറയുന്നു, ഹോർമോണുകളെ ബാലൻസ് ആവുന്നു. ഈ ഒരു ബ്ലോക്കേജ് ഉള്ള വൈറ്റ് ബാലൻസ് ഉള്ളത് എന്താകുന്നുണ്ട്? ബാലൻസ് ആവുന്നു. പിന്നെ രണ്ടാമത്തത് ലിവർ ആൻഡ് ഡിറ്റോക്സ് സപ്പോർട്ട്. നമ്മള് എന്താണ് ചെയ്യേണ്ടത്? ലിവറിനെ ഡിറ്റോക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചൂടുള്ള ഭക്ഷണങ്ങൾ കഴിക്കും, പിന്നെ അതേപോലെ ചെറു ചൂടുവെള്ളം കുടിക്കും, പിന്നെ അതേപോലെ പഞ്ചസാര, മൈദ കുറക്കും, പച്ചക്കറികള് നമ്മൾ നന്നായിട്ട് കഴിക്കും, ബീറ്റർ ഗ്രീൻസ്, ഗ്രീൻ കളർ ഉള്ളത്, കൈപ്പുള്ള ഇലകളൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. പിന്നെ രാവിലെ നാരങ്ങ വെള്ളമൊക്കെ കുടിക്കും. ഇതിന്റെ ഫലം ലിവർ ക്ലീൻ ആക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ പഴയ ഹോർമോണുകള് പുറത്തു പോകുന്നു, ഈസ്ട്രജൻ ഡോമിനൻസ് മാറുന്നു എന്നുള്ളതാണ്. ഇനി സ്റ്റെപ്പ് 3 എന്താണ്? ഇൻസുലിൻ സ്റ്റെബിലൈസേഷൻ, ഇൻസുലിൻ സ്ഥിരപ്പെടുത്തലും. ഈ ഒരു ഇൻസുലിൻ സ്ഥിരപ്പെടുത്തുന്നത് എങ്ങനെയാണ്? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ബാലൻസ് മീൽസ്, പ്രോട്ടീനും ഫൈബറും ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റി ഫുഡും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യും. പിന്നെ അതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യല്ല, ചോറ് കുറക്കുകയും പച്ചക്കറി കൂട്ടുകയും ചെയ്യും. പിന്നെ അതേപോലെ ഭക്ഷണത്തിന് ശേഷം 10 മിനിറ്റ് നടക്കുക, ഉലുവ, കറുവപ്പട്ട എന്നിവ ഉപയോഗിക്കുക നമ്മളുടെ ഭക്ഷണത്തിൽ. ഇതൊക്കെ നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടുന്നു, ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്നു, ഓവുലേഷൻ സിഗ്നലുകൾ സ്ഥിരമാക്കുന്നു എന്നുള്ളതാണ്. ഇനി നാലാമത്തത് വോംബ് സർക്കുലേഷൻ. ഓക്കെ, ഈ ഒരു വോംബ് സർക്കുലേഷൻ എങ്ങനെയാണ്, എന്തൊക്കെയാണ്? അതായത് മെരീഡിയൻ മാസ്റ്ററിംഗ് മെത്തേഡില് SP6, REN4, കിഡ്നി 3, ഈ 3 പോയിന്റ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും? പ്രഷർ പോയിന്റ്സ് കൊടുക്കുന്നുണ്ടാവും. പിന്നെ അതേപോലെ ഹോട്ട് ഫുഡ് സോക്ക്, ചൂടുവെള്ളത്തിലേക്ക് കാല് മുക്കുന്നത്, പിന്നെ അതേപോലെ കാസ്റ്റർ ഓയിൽ പാക്ക്, ആവണക്കെണ്ണ പാക്ക് നമ്മൾ മസാജ് ചെയ്യും. പിന്നെ അതേപോലെ അബ്ഡോമിനൽ മസാജ്, വയർ മസാജ് ചെയ്യുന്ന ടെക്നിക്സ്, കാര്യങ്ങള്. പിന്നെ അതേപോലെ ബട്ടർഫ്ലൈ പോസ്, ഹിപ്പ് ഓപ്പണിംഗ് എക്സസൈസ്, ഇതൊക്കെ നമ്മൾ സജഷൻ ചെയ്യും നമ്മളുടെ യൂട്രസ് സർക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഗർഭപാത്രത്തിലേക്ക് രക്തയോട്ടം കൂട്ടുന്നു എന്നുള്ളതാണ്. നമ്മളുടെ യൂട്രസ് എന്ത് ചെയ്യുന്നുണ്ട്? കോൾഡ് ആയിട്ടുണ്ടാവും. അവിടെ അണ്ടോൽപാദനം, പോഷണം കൂട്ടുന്നതിന് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സഹായിക്കും. ഇനി ഇമോഷണൽ ഹീലിംഗ്, നമ്മൾക്ക് ട്രോമാസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിനെ എങ്ങനെ ബെറ്റർ ആക്കാന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതിന് എങ്ങനെയാണ് നമ്മളുടെ ഭയത്തെ ഉപേക്ഷിക്കണം, നമ്മൾക്ക് ആ ഒരു ഫിയറിനെ റിലീസ് ചെയ്യിപ്പിക്കണം. പിന്നെ അതേപോലെ ക്ഷമിക്കണം. നമ്മളുടെ ലൈഫിൽ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഫോർഗീവ്നെസ്സിന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ ഈ ഒരു എങ്ങനെയാണ്, എന്തൊക്കെയാണ് എന്നുള്ളതിനൊക്കെ അത് റിലീസ് ചെയ്താൽ മാത്രമാണ് ഫോർഗീവ്നെസ് റിലീസ് ചെയ്യുക. പിന്നെ അതേപോലെ സ്നേഹം കൂട്ടുക, സ്വയം സ്നേഹിക്കുക, സെൽഫ് ലവ് അഫർമേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുക. പിന്നെ അതേപോലെ വോം മെഡിറ്റേഷൻ, ഗർഭപാത്രത്തിലേക്കുള്ള ആ മെഡിറ്റേഷൻസ് കാര്യങ്ങള്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ്, നന്ദി പറയുന്ന കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാന്നുള്ളതാണ്. ഇതിന്റെ ഫലം എന്താണ്? ഇത്തരം കാര്യങ്ങൾ ചെയ്താല് വൈകാരികമായിട്ടുള്ള ബ്ലോക്കുകൾ നീങ്ങും. നമ്മൾക്ക് മുമ്പുള്ള ട്രോമാസ് കാര്യങ്ങള്, ആ ഒരു വൂൺസ് ഒക്കെ നമ്മൾക്ക് ക്ലിയർ ആവും. നമ്മുടെ ശരീരം സർവൈവൽ മോഡിൽ നിന്നും ഹീലിംഗ് മോഡിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. സോ നമ്മുടെ മെരീഡിയൻ മാസ്റ്ററിംഗ് മെത്തേഡിൽ നമ്മൾ ലക്ഷണങ്ങളെയല്ല, നമ്മുടെ മുഴുവൻ സിസ്റ്റത്തെ ചികിത്സിക്കുന്നത് ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ഒക്കെ ചികിത്സിച്ചാൽ മാത്രമാണ് സമ്പൂർണ്ണമായിട്ടുള്ള സൗഖ്യം ഉണ്ടാവുള്ളൂ. സോ നമ്മളുടെ മെരീഡിയൻ മാസ്റ്റർ മെത്തേഡ്, നമ്മളുടെ സഫോമി സോൾ എന്ന കമ്മ്യൂണിറ്റിയാണ് നമ്മളുടെ കമ്മ്യൂണിറ്റി നെയിം. ഓക്കെ, അതിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മെരീഡിയൻ മാസ്റ്ററിംഗ് മെത്തേഡ് കാര്യങ്ങളൊക്കെ. ഇനി ഏഴാമത്തത് ഒരു ട്രാൻസ്ഫോർമേഷൻ റിസൾട്ട്. നിങ്ങൾക്ക് എങ്ങനെയാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത്?
ഇനി ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം പറയാം. നിങ്ങൾ തകർന്നവളല്ല. നിങ്ങളുടെ ശരീരം ബുദ്ധിമാനാണ്. അത് സ്വയം സുഖപ്പെടുത്താൻ കഴിവുള്ളതാണ്. പക്ഷെ അതിന് ശരിയായ പിന്തുണ വേണം എന്നുള്ളതാണ്. മെരിഡൻ മാസ്റ്ററി മെത്തേഡിൽ പിന്തുടർന്ന് നിങ്ങൾക്ക് എന്ത് മാറ്റം കാണാൻ പറ്റും? ക്രമമായിട്ടുള്ള ആർത്തവം ഉണ്ടാവും. 28 അല്ലെങ്കിൽ 35 ദിവസത്തെ സ്വാഭാവികമായിട്ടുള്ള ഒരു സൈക്കിൾ ഉണ്ടാവും. പിന്നെ അതേപോലെ മെച്ചപ്പെട്ട ഓവുലേഷൻസ് ഉണ്ടാവും. അണ്ടോൽപാദനം കൃത്യസമയത്ത് പൊട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. പിന്നെ അതേപോലെ കൂടുതൽ ഊർജ്ജം ഉണ്ടാവും. ക്ഷീണം മാറുന്നു. മുഖക്കുരു, മുടി കൊഴിച്ചിൽ കുറയുന്നു, വണ്ണം കുറയുന്നു, ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറുന്നു. പിന്നെ അതേപോലെ മൂഡ് സ്വിങ്സ് കുറയുന്നു, വൈകാരികമായിട്ടുള്ള സന്തുലിതാവസ്ഥ, നമ്മുടെ ഇമോഷൻസ്, ട്രോമാസ് അതൊക്കെ റിലീസ് ചെയ്യാനുണ്ടാവും. പിന്നെ അതേപോലെ നല്ല ആത്മവിശ്വാസം വർദ്ധിക്കുന്നു, എനിക്ക് പറ്റും എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകും. പിന്നെ സ്വാഭാവികമായുള്ള ഗർഭധാരണത്തിന് തയ്യാറാകും, നാച്ചുറലിയുള്ള പ്രഗ്നൻസിക്ക് തയ്യാറെടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ചെയ്യുന്നുള്ളത്. ഇതിന് എത്ര സമയം എടുക്കുമെന്ന് നോർമലി എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഒരു 3 അല്ലെങ്കിൽ 6 മാസം സാധാരണ ഫലങ്ങൾ കാണാനുള്ള ഒരു സമയമാണ്. സ്ഥിരതയായി ആശ്രയിച്ചിരിക്കുന്നു. നമ്മള് കൺസിസ്റ്റൻസിയാണ്, മുടങ്ങാതെ ചെയ്താലാണ് വേഗത്തിൽ നമ്മൾക്ക് ഇതിനെ നമ്മൾ ആഗ്രഹിച്ച തലത്തിലേക്ക് എത്തുക. അപ്പൊ ഓരോരുത്തർക്കും വ്യത്യാസമുണ്ടാവും, ശരീരം വ്യത്യസ്തമാണ്. സോ നമ്മൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ടൈമിംഗ് പറയാൻ പറ്റില്ല. ഓരോരാൾക്കും നിനക്ക് ഇത്ര സമയത്തിനുള്ളിൽ പ്രഗ്നൻസി ആവും അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സോ ഓരോ മനുഷ്യനും വ്യത്യസ്തമാണ്. നമ്മളെ സൗഖ്യം ഒരു പ്രക്രിയയാണ്, ഒറ്റ രാത്രി കൊണ്ടുള്ള പരിഹാരമല്ല. പക്ഷെ ശരിയായ വഴിയിലൂടെ പോയാലേ നിങ്ങൾക്ക് തീർച്ചയായും ലക്ഷ്യങ്ങൾ എന്താ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയും എന്നുള്ളതാണ്. ഓക്കെ, ഈ വീഡിയോ കാണുന്ന ഓരോ സ്ത്രീയോടും ഞാൻ പറയുകയാണ്, നിങ്ങളുടെ ശരീരം നിങ്ങളെ ശിക്ഷിക്കുകയില്ല, അത് സഹായത്തിനായി ചോദിക്കുകയാണ്. നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നിങ്ങളൊരു പേഷ്യന്റ്, രോഗിയല്ല. നിങ്ങളൊരു ഹീലർ ആവാൻ, അത് സൗഖ്യം നൽകുന്നയാളാണ്. സോ സോ നിങ്ങളുടെ ശരീരത്തെ സൗഖ്യമാക്കാൻ ഏറ്റവും അധികാരമുള്ളത് നിങ്ങൾക്ക് തന്നെയാണ്. സോ നിങ്ങൾ അമ്മയാകാൻ യോഗ്യയാണ്. നിങ്ങളുടെ സ്വപ്ന സാക്ഷിയാക്കാൻ കഴിയും എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി അമർത്തി വെക്കുക. നോട്ടിഫിക്കേഷൻ ഉണ്ടാവാൻ വേണ്ടി ഞാൻ പറയുന്ന കാര്യങ്ങൾ, നമ്മളുടെ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെൽ ബട്ടൺ കൂടി അമർത്തി വെക്കുക. ഈ വീഡിയോ പിസിയോടുള്ള ഏതെങ്കിലും ഒരു സുഹൃത്തിന്, ബന്ധുവിനോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഒരു ഷെയർ ആരുടെയെങ്കിലും ജീവിതത്തിൽ മാറ്റം വരുത്താം. ഇനി നിങ്ങൾക്ക് മെരീഡിയൻ മാസ്റ്റർ മെത്തേഡ് കൂടുതൽ ആഴത്തിൽ പഠിക്കണമെങ്കിൽ, എന്റെ നേരിട്ടുള്ള മാർഗനിർദ്ദേശം വേണമെങ്കിൽ, നമ്മുടെ സഫോമിസോൾ എന്ന ആ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നിങ്ങൾക്ക് ചേരാൻ പറ്റും. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവും, ആഴ്ചയിൽ ഒരിക്കലായിരിക്കും. പിന്നെ അതേപോലെ കസ്റ്റമൈസ്ഡ് പ്ലാൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് മാത്രമായിട്ട് നൽകുന്നതായിരിക്കും. പിന്നെ അതേപോലെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടാവും, ഡയറക്റ്റ് ആക്സസ് പിന്നെ അതേപോലെ നിങ്ങൾക്ക് എന്നോട് നേരിട്ട് സംസാരിക്കണമെങ്കിൽ നമ്മളുടെ ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ഈ ഒരു നമ്പർ 7025000997. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, 7025000997. ഈ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. സ്റ്റാർട്ട് യുവർ ഹീലിംഗ് ജേർണി ടുഡേ. ഇന്ന് തന്നെ നിങ്ങളുടെ ഈ ഒരു ഹീലിംഗ് ജേർണി തുടങ്ങാന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ബയോയിൽ ഞാൻ ലിങ്ക് തരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് ക്ലിക്ക് ചെയ്തിട്ട് നേരെ വാട്സപ്പിലേക്ക് വരാം. ഓക്കെ, ആർ റെഡി? നിങ്ങൾ റെഡി ആണെങ്കിൽ കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യും. പിന്നെ അതേപോലെ ഈ നമ്പറിൽ നിങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഈ ഒരു റെസ്പോണ്ടിന് ഇതുവരെ എന്റെ വാക്കുകൾ കേട്ടുന്നതിൽ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്. നമ്മളുടെ കമ്മ്യൂണിറ്റി നേരിട്ട് കാണാം. നിങ്ങളുടെ ഹീലിംഗ് ജേണി ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും. താങ്ക് യു. നമ്മൾക്ക് നേരിട്ട് നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ കാണാം. ബൈ.